ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വലിയ രീതിയിലുള്ള തീപിടുത്തം, വലിയ രീതിയിൽ പുകയും ഉയരുന്നുണ്ട്. രണ്ടാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള സ്ഥലത്താണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. നിരവധി ബൈക്കുകൾ കത്തിനശിച്ചു എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്, ഫയർഫോഴ്സ് അംഗങ്ങളുണ്ട്. തീയണയ്ക്കാനുള്ള തീവ്രശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷെഡ് പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ച ഒരു ഭാഗത്തെ ദൃശ്യങ്ങളാണോ എന്നതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ജെയ്സൺ ചാമവളപ്പിൽ തുടർന്നു. ജെയ്സൺ, നിരവധി ബൈക്കുകൾ കത്തിനശിച്ചതായാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ തീപിടുത്തമാണ് അപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചുവോ? ശ്രുതി, ഇപ്പോൾ നമുക്ക് ദൃശ്യം കാണാം. ബൈക്കുകൾ ഏതാണ്ട് പൂർണ്ണമായി കത്തിച്ചു നശിച്ച നിലയിലാണ്. എല്ലാ ബൈക്കുകളും കത്തി നശിച്ചിരിക്കുന്നു. വലിയ ഷെഡായിരുന്നു ബൈക്കുകൾ സൂക്ഷിച്ചു വെച്ചിരുന്നത്. എന്താണ് കാരണമെന്ന് ചോദിക്കും. തൃശ്ശൂർ സാർ, എന്താ സംഭവിച്ചത്? ശരിയാ സാർ, സാർ എന്താ സംഭവിച്ചത്? സാർ ഒരു ബൈക്ക് എങ്ങനെയാ നിങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു? ഞാൻ ഇവിടെ ചായ കുടിച്ചോണ്ടിരിക്കും. പെട്ടെന്ന് ഈ അറ്റത്തുനിന്ന് ബൈക്ക് തീ പിടിച്ചു. ഇവിടുന്ന് ഒരു ബൈക്ക് തീ പിടിച്ചു. ഞങ്ങൾ ചായ കുടിച്ച് ഞങ്ങൾ ഇവിടെ ക്ലീനിങ് ചെയ്യുന്ന ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു. അവരെല്ലാവരും ഇവിടെ വിളിച്ചതിനൊക്കെ 20 മിനിറ്റ് പോലും അരമണിക്കൂർ കഴിഞ്ഞ് ഇവിടെ ഫയർ ചെയ്യാൻ വരാം. അപ്പോഴേക്ക് കത്തി ഏശം കത്തി മുഴുവൻ കത്തി. നിങ്ങളാണ് ആദ്യമായിട്ട് തീ കാണുന്നത് ഇവിടെ? ഞങ്ങൾ ഒത്തിരി പേരുണ്ടായിരുന്നു. ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഞാൻ പത്രം വായിച്ചു. അല്ല, അങ്ങനൊന്നും കണ്ടില്ല. നമ്മൾ തീ കണ്ടപ്പോഴാണ് കാണുന്നത്. നമ്മൾ ഈ പ്രകാശം വന്നപ്പോൾ തീ പിടിച്ചപ്പോൾ ഞങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞു കിടന്ന് വിളിച്ച് തീ പിടിക്കുന്നത്. പിന്നെ ഒരു അനാസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് 1/2 മണിക്കൂറായി പറഞ്ഞിട്ടുണ്ട്. അവരെ അരമണിക്കൂർ ശേഷം ഫയർഫോഴ്സ് 5:40 തീ പിടിച്ച അത് 1/2 മണിക്കൂർ ഏകദേശം 5:40 ആവും. ഞാൻ പത്രം വായിച്ച് ചായ കുടിച്ച് ഇവിടെ നിൽക്കരുത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കിടന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഒരു മനുഷ്യയില്ലേ, സത്യം പറഞ്ഞു വിഷമം തോന്നിയത്. എന്നിട്ട് ഒരു ബൈക്കാണ് ഈ ഇരിക്കുന്ന ഭാഗത്തു നിന്നാണ് ബൈക്ക് കത്തിയത്. അറ്റത്തുനിന്ന് ബൈക്ക് കത്തി തുടങ്ങി. പിന്നെ പൂർണ്ണമായിട്ട് ഇവിടുന്ന് ഒരു 1-2 ബൈക്ക് കത്തി. അപ്പോഴത്തേനും അപ്പോൾ അണക്കായിരുന്നു. പക്ഷെ ഇവിടെ ആരുമില്ല. പിന്നെ മൊത്തം അതായത് ഇപ്പോൾ ദൃക്സാക്ഷിയാണ്, സ്റ്റേഷനിൽ യാത്രയ്ക്ക് വന്നിരുന്ന ദൃക്സാക്ഷിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയത്. പ്രധാനമായും നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ മുഴുവൻ ബൈക്കുകളും കത്തി നശിച്ചിരിക്കുന്നു. ഏകദേശം 500 മീറ്ററിലധികം ദൂരം വലിയ ഷെഡാണ്, ബൈക്കുകളുടെ വലിയ ഷെഡാണ്. ഈ ഷെഡിലുള്ള മുഴുവൻ ബൈക്കുകളും കത്തി നശിച്ചു. ഇപ്പോഴും ബാക്കിയുള്ള കത്തി നശിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാനാകും. ഏകദേശം 5:40 കൂടിയാണ് ഇത്തരമൊരു തീ ആദ്യം കാണുന്നത്. ആദ്യം ഒരു ബൈക്കിന് സമീപത്തു നിന്നാണ് തീ കാണുന്നത്. എന്താണെന്ന് വല്ല ധാരണയുണ്ടോ? ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരോട് ചോദിക്കുകയായിരുന്നു. വലിയ തീപിടുത്തമാണ് ശ്രുതി ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 500-ലധികം മുഴുവൻ ബൈക്കുകളും കത്തി നശിച്ചിരിക്കുന്നു അല്ലേ? മുഴുവൻ ബൈക്കുകളും കത്തി നശിച്ചിരിക്കുന്നു അരുൺകുമാർ. ഒരൊറ്റ ബൈക്ക് പോലും തിരിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ സമ്പൂർണ്ണമായി കത്തി നശിച്ചു. ഏകദേശം തീ കത്തുകയാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് തീയണയ്ക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീയണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ വലിയ ഇരുമ്പ് ഷീറ്റിന് താഴെയാണ് ഇതെല്ലാം പാർക്ക് ചെയ്തിരുന്നത്. എന്താണ് സംഭവിച്ചത് എന്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ക്ലിയറായിട്ട് പറയാൻ പറ്റില്ല. ഇതുപോലെ ഇത് കത്തിയെന്ന് പറഞ്ഞാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വിവിധ നിരകളിൽ നിന്ന് യൂണിറ്റ് എത്തി ചേരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മൾ ഫയർ ഫൈറ്റിംഗ് ഏതാണ്ട് ഒരുവിധം കൺട്രോൾ ആക്കിയിട്ടുണ്ട്. എത്ര ഏകദേശം ഉണ്ടെന്നുള്ള മറ്റുള്ള കണക്കുകളൊന്നും തന്നെ ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പോൾ ഈ ഫയർ അണയ്ക്കുന്നതിലാണ് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം. ഏകദേശം ഇതിനകത്തുള്ള ബൈക്കുകൾ മൊത്തം കത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. ഇതിപ്പോൾ നമ്മൾ താഴെ വീണത് കൊണ്ട് തന്നെ ഈ ഫയർ പിന്നെ ഫൈറ്റിംഗ് അല്പം ദുഷ്കരമാണ്. ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. ഞങ്ങളിപ്പോൾ ഫയർ ഫൈറ്റിങ്ങിന്റെ ഒരു ഇതിലാണ്. പിന്നെ നമ്മൾ അതിലേക്ക് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഓക്കെ, അതായത് ഏകദേശം വലിയ ഇരുമ്പ് ഷീറ്റുകൾ വെച്ചുകൊണ്ട് അതിന് താഴെയാണ് ബൈക്കുകളെല്ലാം പാർക്ക് ചെയ്തിരുന്നത്. എന്താണ് സംഭവിച്ചത് എന്തെങ്കിലും ധാരണയുണ്ടോ? പലർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. അപ്പം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. അവിടെ കിടത്താനുള്ള ശ്രമം നടത്തുകയാണ്. ബൈക്കുകൾ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നു. ആ ബൈക്കുകൾ അരുൺകുമാർ, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കാണുന്നുണ്ട്. ഇന്ന് രാവിലെ 5:40 കൂടിയാണ് ദൃക്സാക്ഷി പറഞ്ഞതനുസരിച്ച് 5:30 കൂടിയാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറകുവശത്തെ പാർക്കിങ്ങിൽ ബൈക്ക് പാർക്കിങ്ങിൽ വലിയ തീപിടുത്തമുണ്ടായത്. ആ ഷെഡിൽ ഉണ്ടായിരുന്ന മുഴുവൻ ബൈക്കുകളും എല്ലാ ബൈക്കുകളും ഇപ്പോൾ കത്തി നശിച്ചിരിക്കുകയാണ്.
ഒന്നോ രണ്ടോ ചെറിയ ബൈക്കുകളിലാണ് തീ പടർന്നു തുടങ്ങിയത്. പക്ഷേ ആ സമയത്ത് അവിടെ തീയണയ്ക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് ദൃക്സാക്ഷി നമ്മളോട് പറഞ്ഞത്. 100-ലേറെ ബൈക്കുകൾ കത്തി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ആ ഷെഡിൽ ഇനി ഒരു ബൈക്കും കത്താതെ അവശേഷിച്ചിട്ടില്ല. ഇപ്പോഴും തീ പടർന്നു പിടിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി ഇപ്പോൾ തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ആ ഷെഡ് പൂർണ്ണമായും നിലംപൊത്തിയ അവസ്ഥയിലുമാണ്. ഒരു ഇരുമ്പ് ഷെഡാണ്. അപ്പോൾ വലിയ ചൂടുകൊണ്ട് അത് വളഞ്ഞ് ഉരുകി താഴേക്ക് വീണിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആർക്കും അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. പുറത്തു നിന്നുകൊണ്ട് വലിയ രീതിയിൽ മറ്റ് ഈ തീ കെടുത്താനുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അഗ്നിശമന സേനാംഗങ്ങൾ അവിടെ പണിയെടുക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും ബൈക്ക് കത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഇന്ന് രാവിലെ 5:40 കൂടിയാണ് റെയിൽവേയുടെ ബൈക്ക് പാർക്കിംഗ് കേന്ദ്രത്തിൽ വലിയ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജെയ്സൺ ചാമവളപ്പിൽ നമ്മുടെ വാർത്താ സംഘം അവിടെയുണ്ട്. ജെയ്സൺ, എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. അവിടെ ഷോർട്ട് സർക്യൂട്ട് ഒന്നും ആവാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചത്? ആരെങ്കിലും ഇനി സിഗരറ്റ് വലിച്ചിട്ടതിന്റെ കുറ്റിയെങ്ങാണ്ടും അത് പരിസരത്തിട്ടത് പടർന്നു പിടിക്കുകയാണോ? ഇക്കാര്യം ഒന്നും നമുക്കറിയില്ല. ഇപ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത് ആ ഷെഡ് പൂർണ്ണമായും ഉരുകി താഴ്ന്നിരിക്കുകയാണ്. ഒരു ബൈക്ക് പോലും തീപിടിക്കാത്തതായിട്ടില്ല എന്നുള്ളതാണ്. 100-ലേറെ ബൈക്കുകൾ, എനിക്ക് 100 അല്ല, അതിൽ കൂടുതൽ ബൈക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇപ്പോഴും ചില ബൈക്കുകൾ കത്തുന്നത് കാണാൻ കഴിയും. അവിടെ ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിട്ടുണ്ടോ ജെയ്സൺ? അരുൺകുമാർ, നമുക്കിതിൻ്റെ ഒരു ഏകദേശം രൂപ ഞാൻ മനസ്സിലാക്കി. ഇത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ 2ാം പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്നത്. 2ാം പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് ഒരു റെയിൽ പാലമുണ്ട്. ആ റെയിൽ പാലത്തോട് ചേർന്നാണ് ഈ 2ാം പ്ലാറ്റ്ഫോമിൻ്റെ, അതായത് മുൻഭാഗത്തല്ല പുറകുവശത്താണ് വലിയ തോതിലുള്ള ബൈക്കിൻ്റെ പാർക്കിംഗ് ഏരിയ വെച്ചിരുന്നത്. ഏകദേശം 500-600 ചതുരശ്ര അടിയിലധികം വലിപ്പം. 500 പോരാ, ഏകദേശം 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ വലിയ തോതിൽ പിന്നെ വലിയ ഷീറ്റുകളൊക്കെ ഇട്ട് വളരെ സുരക്ഷിതമായാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 600 ബൈക്കിലധികം ഇതിനകത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ നാം മനസ്സിലാക്കുന്ന ദൃക്സാക്ഷികൾ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഈ പാർക്കിംഗ് ഏരിയയുടെ കിഴക്ക് വടക്കേ മൂലയിൽ നിന്നുള്ള ബൈക്കിൽ നിന്നാണ് ആദ്യം തീപിടുത്തം ഉണ്ടാകുന്നത്. ആ തീപിടുത്തം ആദ്യം ഒരു ബൈക്കിൽ 5:40 കൂടി ആദ്യം ഒരു ബൈക്കിൽ തീപിടുത്തം തുടങ്ങി. അപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നവർ പിന്നെ ആ തീ ഫയർഫോഴ്സിലേക്ക് വിളിക്കാൻ ശ്രമിച്ചു. ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞാണ് ഫയർഫോഴ്സ് എത്തിയതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. സ്വാഭാവികമായി നമുക്ക് ആ ദൃശ്യങ്ങളാണ്. ഒറ്റ ബൈക്ക് പോലും 1 ഇഞ്ച് പോലും ബാക്കിയില്ലാതെ പൂർണ്ണമായി കത്തിനശിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇത് പെട്രോൾ നിറഞ്ഞ ഡീസൽ നിറഞ്ഞ വാഹനങ്ങളാണ് മുഴുവൻ. അതുകൊണ്ട് തന്നെ തീയുടെ ആഴം വർദ്ധിച്ചു. അതുപോലെ തന്നെ അഗ്നിബാധ, വലിയ തോതിൽ പൊട്ടിത്തെറികളുണ്ടായി. ഇപ്പം നമുക്ക് കാണാം എല്ലും കോലുമായിരിക്കുന്ന ബൈക്കുകളുടെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. സ്കെൽട്ടൻ രൂപത്തിലേക്ക് ബൈക്കുകൾ മാറിയിരിക്കുന്നു. മാത്രവുമല്ല, ഇത് പെട്രോളും ഡീസലും ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ തീ അണയ്ക്കുക എന്നത് ഏറെ ശ്രമകരമായ കാര്യമാണ്. ഇപ്പോൾ നമുക്ക് കാണാം ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ ഈ ഇനിയും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുക തന്നെയാണ്. വലിയ തോതിലുള്ള അപകടം ഉണ്ടാകുമായിരുന്നു. സ്വാഭാവികമായും ഇത് 2ാം പ്ലാറ്റ്ഫോമിന് പുറകുവശമായതുകൊണ്ട് മാത്രമാണ് വലിയ തോതിലുള്ള ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത്. ഏതെങ്കിലും ട്രെയിൻ ഈ പരിസരത്തുണ്ടായിരുന്നെങ്കിൽ ബൈക്ക് ഷെഡിൽ നിന്ന് തീ പുറത്തേക്ക് വല്ലതും പടർന്നിട്ടുണ്ടോ? അവിടെ ഒരു ട്രെയിനിന്റെ എഞ്ചിനൊക്കെ കാണുന്നുണ്ട്. ആ എഞ്ചിനിലേക്ക് എങ്ങാനും തീ പടരുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? അതാണ് ആശ്വാസം അരുൺകുമാർ. ഈ ഭാഗത്ത് റെയിൽവേ ഒരു എഞ്ചിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഈ സമയത്ത് ഈ എഞ്ചിൻ ഇവിടെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഇവിടെ എഞ്ചിൻ ഉണ്ടായിരുന്നു. ആ എഞ്ചിനിലേക്ക് ഭാഗികമായിട്ട് തീ പടരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ എഞ്ചിൻ്റെക്കുള്ള ഫയർ തടയുവാനുള്ള ഒരു നടപടിയാണ് ആദ്യം ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ആ എഞ്ചിൻ രക്ഷപ്പെടുത്തിയെടുക്കുകയായിരുന്നു. ഈ ഫയർ ഫൈറ്റിനോടൊപ്പം തന്നെ നമ്മൾ ഈ എഞ്ചിനും പ്രാധാന്യം നൽകി. അതുകൊണ്ടാണ് ഈ എഞ്ചിൻ കത്തിപ്പോകാതിരുന്നത്. ആ എഞ്ചിൻ കത്തിയിരുന്നെങ്കിൽ അപ്പുറത്തേക്കും കൂടി പടരുമായിരുന്നു. ഓക്കെ അവര് പണിയിലാണ്. അദ്ദേഹം പറയുന്നത് ഈ തീ പിടിക്കുന്ന സമയത്ത് ഇതിന് സമീപത്ത് തന്നെയാണ് ഈ എഞ്ചിൻ കിടക്കുന്നത്. നമുക്ക് ആ എഞ്ചിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. എഞ്ചിന് സമീപത്തും തീ പടർന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്കും പോകാം. ആ എഞ്ചിന്റെ സമീപത്തുള്ള തീ പടർന്നു. അപ്പോൾ തന്നെ ഫയർഫോഴ്സ് അത് കെടുത്താൻ ശ്രമിച്ചത് കൊണ്ടാണ് വലിയ ആശ്വാസം. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയി എഞ്ചിന്റെ സൈഡ് മുഴുവൻ കരിഞ്ഞു പോയിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ പൂർണ്ണമായി ഒരു ഭാഗം കരിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ പ്ലാസ്റ്റിക്കുകൾ, ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇതൊക്കെ ഉരുകിപ്പോയിരിക്കുന്നത് നമുക്ക് കാണാനാകും. അപ്പോഴേക്കും ഫയർഫോഴ്സ് എത്തി അണയ്ക്കാൻ ശ്രമിച്ചതുകൊണ്ട് ആശ്വാസമായി എന്ന് പറയാം. ഇതിന് തൊട്ടപ്പുറത്താണ് 2ാമത്തെ പ്ലാറ്റ്ഫോം. ഈ സമീപത്ത് സ്വാഭാവികമായും
ട്രെയിനുകൾ വരും. ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളൊക്കെ നിർത്തിയിടുന്ന രണ്ടാം പ്ലാറ്റ്ഫോമിൻ്റെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് സാധാരണ മറ്റ് ഗുഡ്സ് ട്രെയിനുകളും അതുപോലെ തന്നെ ഗുരുവായൂരിൽ നിന്ന് പോകുന്ന ട്രെയിനുകളൊക്കെ പാസഞ്ചർ ട്രെയിനുകളൊക്കെ നിർത്തിയിടുന്നത്. പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറെ ആശ്വാസമായത്. ഒരു കാര്യം, പുറത്തേക്ക് കാര്യമായി പടർന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം അരുൺകുമാർ. ഇത് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഷീറ്റ് ഒന്നടങ്കം ഉരുകിയിരിക്കുകയായിരുന്നു. നമുക്ക് കാണാം ബൈക്കുകളോട് അമർന്നിരിക്കുകയാണ് ഇരുമ്പ് ഷീറ്റുകൾ. സ്വാഭാവികമായും വലിയ ഒരു ദുരന്തം ഒഴിവായി എന്ന് പറയും. പക്ഷേ ഏകദേശം 600-ലധികം ബൈക്കുകൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാർക്ക് ചെയ്ത ബൈക്കുകൾ ഒന്നടങ്കം എല്ലാം കത്തിപ്പോയിരിക്കുന്നു. പ്രധാനമായി അതിനകത്ത് പെട്രോളും ഡീസലൊക്കെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ അതെല്ലാം പൊട്ടിത്തെറിച്ചു. പക്ഷേ പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വരാതിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഷീറ്റ് ഉണ്ടായിരുന്നത് ഒരു പരിധിവരെ ആശ്വാസമായി. ഈ ഷീറ്റും കൂടി ഇല്ലായിരുന്നെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത് പൊട്ടിത്തെറിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതീവ ഗുരുതരമായൊരു സംഭവം, അതീവ ഗുരുതരമായ അവസ്ഥ, ഒരു വലിയ ഭയാനകമായ അവസ്ഥയിലേക്ക് പോകുമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല എന്നതാണ് ഒരാശ്വാസം. അതേസമയം വൻ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു. 100 കണക്കിന് ബൈക്കുകൾ കത്തിയമർന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിനപ്പുറത്തേക്ക് നിർത്തിയിട്ടിരിക്കുന്ന എഞ്ചിന് മുകളിലേക്ക് പോകുമായിരുന്നെങ്കിൽ അതീവ ഭയാനകമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു. ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ നിരവധി എത്തുന്നുണ്ട്. പക്ഷേ തീ നിയന്ത്രണ വിധേയമായി എന്നത് ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു അപകടാവസ്ഥ ഇല്ല. പക്ഷേ വലിയ നഷ്ടം തന്നെയാണ്. നമുക്ക് ഇപ്പോഴും കാണാം ബൈക്കുകൾ നിന്ന് കത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോഴും കാണാം. എല്ലാ ബൈക്കുകളും അസ്ഥിപഞ്ജരമായി മാറിയിരിക്കുന്നു. അതായത് അവർ ഇന്നലെയും മെനഞ്ഞാന്നും 2-3 ദിവസങ്ങളിലായിട്ടൊക്കെ അവിടെ പാർക്ക് ചെയ്തവയുണ്ടാവും. ഇന്ന് രാവിലെ ട്രെയിനിൽ പോകാൻ വന്ന യാത്രക്കാരുടെ വാഹനങ്ങളാണ്, ബൈക്കുകളാണ് അവരവിടെ പാർക്ക് ചെയ്തിട്ടാണ് ട്രെയിനിൽ കയറി പോകുന്നത്.